ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഹിസ്റ്ററിയിലെയും അതുപോലെ കേരള ഹിസ്റ്ററിയിലെ തന്നെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബ്ലൂ പ്രിന്റ് ടോപ്പിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം അഥവാ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. ഡിഗ്രി പ്രിലിംസിനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ LDC ഇവയ്ക്കൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിന് മുൻപ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ കേരളമായിട്ട് ഒറ്റ ഒരു ഇതായിട്ട് സംസ്ഥാനമായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ട് മൂന്ന് നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു, വിഭജിച്ചുകൊണ്ടായിരുന്നു കേരളം നിന്നിരുന്നത്. അപ്പൊ നമ്മുടെ കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ കൂടിയിട്ട് നമുക്ക് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേരളം രൂപീകരിക്കണം. അത് കേരളം എന്നല്ല, അങ്ങനെ ഒരു സംസ്ഥാനം മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നൊരു ആശയം നമ്മുടെ പുനഃസംഘടനാ കമ്മീഷനൊക്കെ മുൻപ് തന്നെ ചിന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനത്തിൽ പറയുന്നത്. ബ്ലൂ പ്രിന്റ് ടോപ്പിക് ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, തിരുവിതാംകൂറും കൊച്ചിയും സംയോജനവും അതുപോലെ പിന്നെ മലബാർ കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം എങ്ങനെ രൂപീകരിച്ചു, നാം ഇന്ന് കാണുന്ന കേരളം എന്ന സംസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത്, അതിന് പിന്നിലെ ചരിത്രം ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്ന് അത് ഓർത്ത് വെച്ചാൽ മതി, അല്ലാതെ കാണാപ്പാഠം പഠിക്കണം എന്നൊന്നുമില്ല. കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. നമുക്കറിയാം, കേരള പിറവി എന്നാ 1956 നവംബർ 1. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അഥവാ ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് 1956 നമ്മുടെ കേരളം രൂപീകരിക്കുന്നത്. ഇതിനൊക്കെ മുൻപ് തന്നെ ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം നമ്മുടെ INC ചർച്ചയ്ക്ക് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1917 INC സെഷനിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖവിലയ്ക്ക് എടുത്തത് 1920 നാഗ്പൂർ സെഷനിലാണ്. നാഗ്പൂർ സെഷനിലാണ് എന്ത് പറഞ്ഞത്, ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അംഗീകാരം ലഭിച്ചത് എന്ന് തന്നെ പറയാം. അതിന്റെ ബേസിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന പ്രമേയം പാസ്സാക്കുന്നതും. ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? മലയാളി ആയിട്ടുള്ള K മാധവൻ നായരാണ്. ആരാണ്? മലയാളി ആയിരുന്ന K മാധവൻ നായർ. അദ്ദേഹം മലബാറുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹമാണ് ഈ ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന പ്രമേയം 1920 INC സെഷൻ എവിടെ വെച്ചിട്ട്? നാഗ്പൂരിൽ വെച്ചിട്ട്. ആരായിരുന്നു അധ്യക്ഷൻ? C വിജയരാഘവാചാര്യ. വിജയരാഘവാചാര്യ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 1920 K മാധവൻ നായർ എന്താണ് ചെയ്തത്? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ ആ പ്രമേയം പാസ്സാക്കി. അതിനെ തുടർന്നിട്ടാണ് KPC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒക്കെ രൂപീകരിക്കുന്നത് എന്ന് ഓർക്കാം. അങ്ങനെ 1920 പ്രമേയം പാസ്സാക്കി. K മാധവൻ നായർ പ്രമേയം അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു മലയാളിയാണ്, മലബാറുകാരനാണ്. അതിന്റെ ഭാഗമായിട്ട് 1921 ജനുവരി 30 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു കോഴിക്കോട് വെച്ചിട്ട്. അതിന്റെ ആദ്യ സെക്രട്ടറി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു K മാധവൻ നായർ. K മാധവൻ നായർ തന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നതും. ആ സമയത്ത് പ്രസിഡന്റ് എന്നൊരു പൊസിഷൻ ഇല്ലായിരുന്നു. അദ്ദേഹം തന്നെയാണ് പിന്നീട് പ്രസിഡന്റ് എന്ന പൊസിഷൻ വന്നപ്പോഴും ആദ്യത്തെ പ്രസിഡന്റ് ആയതും K മാധവൻ നായർ തന്നെയാണ്. അപ്പോ ഒന്നുകൂടെ പറയാം, 1920 നാഗ്പൂർ സെഷനിൽ INC നാഗ്പൂർ സെഷനിൽ C വിജയരാഘവാചാര്യ ആയിരുന്നു നമ്മുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, INC അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രമേയം മലയാളി ആയിട്ടുള്ള മലബാറുകാരനായിട്ടുള്ള K മാധവൻ നായർ അവതരിപ്പിച്ചു. അങ്ങനെ ആ പ്രമേയം പാസ്സാക്കി. തുടർന്ന് 1921 ജനുവരി 30 എന്ത് ചെയ്തു?
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. സ്ഥലം എവിടെയായിരുന്നു? കോഴിക്കോട്. അതിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ മാധവൻ നായർ തന്നെയായിരുന്നു. ഇനി ആ വർഷം തന്നെ ഏപ്രിൽ 23-ന് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നു ടി പ്രകാശം. 1921 ജനുവരി 30-ന് രൂപീകരിച്ചു. അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ മാധവൻ നായർ. ശേഷം 1921 ഏപ്രിൽ 23-ന് കോൺഗ്രസ് സമ്മേളനം നടന്നു. എവിടെ വെച്ചിട്ട്? ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയിത്തോച്ചാടനം എന്ന് പറയുന്നത്. അപ്പോ 1923-ലെ INC കാക്കിനാട സമ്മേളനത്തില് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു മലയാളിയാണ്. ആരാണ്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അയിത്തോച്ചാടന പ്രമേയം പാസാക്കിയത് 1923-ലെ INC സെക്ഷൻ കാക്കിനാട സമ്മേളനത്തിലാണ്. അതിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണെന്ന് കൂടി ഓർത്തു വെക്കാം. ഇനി ഈ ടി കെ മാധവൻ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നൊക്കെ പറയുന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ കേരളത്തിലെ അയിത്തോച്ചാടനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ടി കെ മാധവനാണ്. അഡീഷൻ പോയിന്റ് ആണ്, എഴുതി വെക്കണം. 1923 INC കാക്കിനാട സമ്മേളനത്തിലെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. അയിത്തോച്ചാടന പ്രമേയം പാസാക്കിയ സമ്മേളനം അവതരിപ്പിച്ചത് ടി കെ മാധവൻ. മലയാളിയാണ്, തിരുവിതാംകൂറുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ കേരളത്തിലെ അയിത്തോച്ചാടനത്തിന്റെ പിതാവ് എന്നൊക്കെ പറയുന്നത് ആരാണ്? ടി കെ മാധവനാണ്. കെ മാധവൻ നായർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ കുറിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായരാണ്. അദ്ദേഹം മലബാറുകാരനാണ്. ഇത് ടി കെ മാധവൻ, മാറിപ്പോവരുത്. ഇനി 1928 ഏപ്രിലാണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത്. അതായത് കൊച്ചിയിൽ വെച്ചിട്ടാണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത്. ഐക്യ കേരള പ്രമേയം പാസാക്കിയിട്ടുള്ള ആദ്യ സമ്മേളനം എന്ന് ചോദിക്കുകയാണെങ്കിൽ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1928 എവിടെ വെച്ചിട്ട്? കൊച്ചിയിൽ. 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ് ഐക്യ പ്രമേയം പാസാക്കിയത്. ആദ്യമായിട്ട് പാസാക്കിയത് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1900. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷിന് കീഴിലായിരുന്നു, പക്ഷെ അവര് നാട്ടുരാജ്യങ്ങളായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണരീതികളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മലബാറോ? മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു മലബാർ എന്ന് പറയുന്നത്. ഇവയെല്ലാം കൂടിച്ചേരണം എന്നൊരാശയത്തില് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും സ്വാതന്ത്ര്യ സമര ഭടന്മാര് ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്തു? കൊച്ചിയിൽ വെച്ചിട്ട് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1928 കൂടി. അതിനെ തുടർന്ന് ഐക്യ കേരള പ്രമേയം പാസാക്കി. അപ്പൊ ഇങ്ങനെ ചോദ്യം വരികയാണ്, ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യ സമ്മേളനം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. സ്ഥലം എവിടെയാണ്? കൊച്ചി. മനസ്സിലായോ? അതിനുശേഷം 1928 തന്നെ മെയ്യില് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ട്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതായത് INC നേതാക്കളോട് ഭാരതം സ്വതന്ത്രമാവുമ്പോൾ മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇനി ഇതിനെ തുടർന്നിട്ടാണ് 1929 INC ശേഷം പൂർണ്ണ സ്വരാജ് ഒക്കെ നെഹ്റു പ്രഖ്യാപിക്കുന്നതൊക്കെ കേട്ടോ. ഇനി മറ്റൊരു പോയിന്റിലേക്ക് പോവാം. 1947 ഒന്നാം ഐക്യ കേരള സമ്മേളനം. ചോദ്യം വന്നിട്ടുണ്ട്, ഒന്നാം ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെ വെച്ച്? തൃശ്ശൂർ വെച്ചിട്ടാണ്. തൃശ്ശൂർ വെച്ചിട്ട് ഒന്നാം ഐക്യ കേരള സമ്മേളനം നടന്നു 1947. അധ്യക്ഷൻ ആരായിരുന്നു?
കെ കേളപ്പൻ. അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. ഒന്നുകൂടെ പറയാം. 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയൊക്കെ സ്വാതന്ത്ര്യ സമര ഭടന്മാർ എന്ത് ചെയ്തു? ഒത്തുചേർന്നിട്ട് ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യ സമ്മേളനമാണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1928. അത് ഏപ്രിൽ മാസത്തിലായിരുന്നു. മെയ് മാസത്തിൽ തൊട്ടടുത്ത മാസം 1928 മെയ്യില് പയ്യന്നൂരിൽ വെച്ചിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്നു. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? INC നേതാക്കളോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അതായത് ഭാരതം സ്വതന്ത്രമായാൽ മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാനം വേണം എന്നൊരു ആവശ്യം INC നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമ്മേളനമാണ് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് എന്താണ്? 1947 ഒന്നാം ഐക്യ കേരള സമ്മേളനം. അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? തൃശ്ശൂർ വെച്ചിട്ട്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. ഓക്കെ അല്ലേ? ഇനി ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത് ആരാണ്? കേരളവർമ്മ. കൊച്ചി രാജാവായിട്ടുള്ള കേരളവർമ്മയാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. അതുകൂടെ ഓർക്കുക. ഒന്നാം ഐക്യ കേരള സമ്മേളനം തൃശ്ശൂർ വെച്ചിട്ട് 1947 അന്ന് കേരളം സ്വതന്ത്രമായിട്ട്, കേരളം അല്ല ഇന്ത്യ സ്വാതന്ത്ര്യം 1947 ഏപ്രിലാണ് ഈ ഒന്നാം ഐക്യ കേരള സമ്മേളനം നടക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ട്. അധ്യക്ഷൻ കെ കേളപ്പനാണ്. അന്ന് ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ഏപ്രിലാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത് ആരെയാണ്? കൊച്ചി രാജാവായിട്ടുള്ള കൊച്ചി കേരളവർമ്മയാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത്. അതുകൂടെ ഓർക്കുക. ഇനി നമുക്ക് തിരുവിതാംകൂറിലോട്ട് പോകാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 രൂപീകരിച്ചു. അതിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു പട്ടം താണുപിള്ള. ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടം താണുപിള്ള. പിന്നീട് എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ ഇപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയും പട്ടം താണുപിള്ളയായിരുന്നു. അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ളയാണ്. ഇനി തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയതും തിരുവിതാംകൂറിന്റെ അവസാന പ്രധാനമന്ത്രിയായിട്ടുള്ള പറവൂർ TK നാരായണപിള്ളയാണ്. കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലെ? അതുകൂടെ പറയാം. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നു. അതിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ള. മനസ്സിലായോ? ആദ്യ അധ്യക്ഷൻ ആരാണ്? പട്ടം താണുപിള്ളയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ബദലാണ് അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ള തന്നെയായിരുന്നു. അവസാനത്തത് പറവൂർ TK നാരായണപിള്ള. പറവൂർ TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം തിരുക്കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായതും. ഓക്കെ അല്ലേ? ഇനി അതേസമയം കൊച്ചിയിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നു. അതിന്റെ കാരണം ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹം തന്നെയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറിയും. എന്നാൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് S നീലകണ്ഠ അയ്യരാണ്. ആരാണ്? S നീലകണ്ഠ അയ്യർ. അപ്പോ 1941 കൊച്ചിയില് രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 1941 രൂപീകരിച്ചു. അതിന് കാരണം VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അതിന്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നതും അദ്ദേഹമാണ്. ആദ്യ പ്രസിഡന്റ് ആരാണ്? S നീലകണ്ഠ അയ്യരാണ്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു അവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രമാണ് ദീനബന്ധു എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തു വെക്കാം. അതായത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രാഷ്ട്രീയ
പരമായിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പത്രമാണ്, അവർ ഇറക്കിയിട്ടുള്ള ഒരു പത്രമാണ് ദീനബന്ധു എന്ന് പറയുന്നത്. അതുകൂടെ ഓർക്കുക കേട്ടോ. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചു. അതിന്റെ ആദ്യ സെക്രട്ടറി ആയ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ തന്നെയാണ് അത് രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? എസ്. നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ദീനബന്ധു. ഓക്കെ അല്ലേ? മന്ത്രി, മുഖ്യമന്ത്രി അല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ല. നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രി പൊസിഷന് അന്ന് പ്രധാനമന്ത്രി ആയിരുന്നു. കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? അമ്പാട്ട് ശിവരാമ മേനോൻ. ആരാണ്? അമ്പാട്ട് ശിവരാമ മേനോൻ. മനസ്സിലായോ? അതായത് 1919 മൊണ്ടേഗ്യു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമൊക്കെ വന്നു. അതിനുശേഷം ദ്വിമണ്ഡല സഭയൊക്കെ വന്നു. അപ്പോ നമ്മള് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പറഞ്ഞില്ലേ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പോലെ തന്നെ അവിടുത്തെ ലെജിസ്ലേഷനെ പോലെ തന്നെ കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിലെ സ്വാതന്ത്ര്യമായതിനു ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് ആയിരുന്നു. അതുപോലെ അവസാന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇക്കണ്ട വാര്യരും ആയിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. പിന്നീട് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നതും പറവൂർ ടി കെ നാരായണ പിള്ള പ്രധാനമന്ത്രിയായി മാറുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം പിരിച്ചുവിട്ട സംഘടന കൂടിയാണ് കേട്ടോ. അതുകൂടെ ഓർത്തു വെക്കുക. അതായത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പിരിച്ചുവിട്ട സംഘടന ഏതാന്ന് ചോദിച്ചാൽ 1941 രൂപീകരിച്ചിട്ടുള്ള കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ് കേട്ടോ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചു. അതിന്റെ കാരണം ആരാണ്? വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യ സെക്രട്ടറിയും. എന്നാൽ ആദ്യ പ്രസിഡന്റ് എന്ന് പറഞ്ഞ എസ്. നീലകണ്ഠ അയ്യരാണ്. പിന്നെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രമാണ് ദീനബന്ധു എന്ന് പറയുന്നത്. പിന്നെ കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പറയണം അമ്പാട്ട് ശിവരാമ മേനോൻ. അഡീഷണൽ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. അമ്പാട്ട് ശിവരാമ മേനോൻ. പിന്നീട് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോന്. അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. ഓക്കെ അല്ലേ? പിന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം പിരിച്ചുവിട്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. അതിനുശേഷം തിരുക്കൊച്ചി സംയോജനത്തിലേക്ക് വരാം. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നു. ആ സമയത്ത് 4 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചി സംയോജനത്തില് തിരുക്കൊച്ചിയിൽ 4 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, തൃശ്ശൂർ എന്നിങ്ങനെ 4 ജില്ലകളായിരുന്നു ആ സമയത്ത് തിരുക്കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. തിരുവിതാംകൂറിന്റെ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. കൊച്ചിയിൽ പരീക്ഷിത്ത് രാജാവായിരുന്ന കൊച്ചി കേരളവർമ്മയായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവായിരുന്ന കൊച്ചി കേരളവർമ്മയാണ് തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെ രാജാവ് എന്ന് പറയുന്നത്. ഈ തിരുക്കൊച്ചി സംയോജനം നടന്നപ്പോ തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? തിരുവനന്തപുരം തന്നെ തലസ്ഥാനമായിട്ട് എടുത്തു. സെക്രട്ടേറിയറ്റ് ഒക്കെ ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ. പക്ഷെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിന്റെ ഭരണ തലസ്ഥാനം തിരുവനന്തപുരമാണ്. പക്ഷെ കൊച്ചിയിലെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ കൺഫ്യൂഷൻ വന്നു. അവർ വിചാരിച്ചു തിരുവിതാംകൂറിന് മാത്രമാണല്ലോ സെക്രട്ടേറിയറ്റ് ഭരണ തലസ്ഥാനം. അത്തരം ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് ഉള്ള പോലെ തന്നെ അവിടുത്തെ ഭരണ തലസ്ഥാനം ഒക്കെ തിരുവനന്തപുരം ആയി മാറിയപ്പോ അവർക്ക് സംശയം തോന്നിയതിനെ തുടർന്നിട്ട് എന്ത് ചെയ്തു? നിയമ തലസ്ഥാനം എന്ത് ചെയ്തു? കൊച്ചിയാക്കി മാറ്റി. അതായത് എറണാകുളം. നമ്മുടെ ഇപ്പോ ഹൈക്കോർട്ട് ഇരിക്കുന്ന എവിടെയാണ്? എറണാകുളത്തല്ലേ. അപ്പൊ നിയമ തലസ്ഥാനമായി കൊച്ചിയെ മാറ്റുകയാണ് ചെയ്തത്. ഇന്നും അത് തന്നെയാണ്. അതിന്റെ ബേസിലാണ് തിരുവിതാംകൂറുകാരെ ഭരണ തലസ്ഥാനം തിരുവനന്തപുരവും കൊച്ചി നിയമ തലസ്ഥാനം ആയതുപോലെ തന്നെയാണ് ഇന്ന് കേരളം രൂപീകരിച്ചപ്പോഴും നടന്നിട്ടുള്ളത്. നമ്മുടെ ഭരണ തലസ്ഥാനം അഥവാ സെക്രട്ടേറിയറ്റ് ഒക്കെ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പക്ഷേ നമ്മുടെ ഹൈക്കോർട്ട് എവിടെയാണ് ഉള്ളത്? ഹൈക്കോടതി എവിടെയാണുള്ളത്? എറണാകുളത്താണ്. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ.
ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചാൽ മതി, കാര്യം കിട്ടും, കാര്യം പിടികിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ചിട്ട് തിരുക്കൊച്ചി രൂപീകരിക്കുന്നു. 4 ജില്ലകൾ ഉണ്ടായി: തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, തൃശൂർ. തിരുവിതാംകൂറിലെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാള്, കൊച്ചിയിലേത് പരീക്ഷിത്ത് മഹാരാജാവും. ഇനി സോറി, തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അങ്ങനെ തിരുക്കൊച്ചി രൂപീകരിച്ച് നമ്മൾ പറഞ്ഞു, തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിരുന്ന അവസാന പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ ടി.കെ. നാരായണ പിള്ളയാണ് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പറവൂർ ടി.കെ. നാരായണ പിള്ള. പറവൂർ ടി.കെ. നാരായണ പിള്ളയാണ് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി. രണ്ടാമത് സി കേശവൻ, മൂന്നാമത് എ.ജെ. ജോണ്, നാലാമത് പട്ടംതാണു പിള്ള, അഞ്ചാമത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഈ പനമ്പള്ളി ഗോവിന്ദമേനോൻ ആരാണ്? കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി. അപ്പൊ തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രിയാണ് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയായിരുന്നു. ഇനി പട്ടംതാണു പിള്ളയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു പട്ടംതാണു പിള്ള ആരാണ്? പട്ടംതാണു പിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ. അദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായപ്പോ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയും. പിന്നീട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി അതിനുശേഷം ഇ.എം.എസ് നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. അതായത് കേരള രൂപീകരണത്തിന് ശേഷം ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇ.എം.എസ് നമ്പൂതിരിപ്പാടാണ്. ഇ.എം.എസിന് ശേഷം മുഖ്യമന്ത്രി ആരാണ്? പട്ടംതാണു പിള്ള. അപ്പൊ അങ്ങനെ ഒരു പട്ടംതാണു പിള്ളയ്ക്ക് ഒരു വിശിഷ്ട വ്യക്തിത്വം എന്നൊരു രീതിയിൽ പറയുന്നത് തിരുക്കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും അതുപോലെ കേരളത്തിലെയും, കേരളമായതിനു ശേഷം കേരളത്തിലെയും മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് പട്ടംതാണു പിള്ള. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന് പറയുന്നത് ആരാണ്? പട്ടംതാണു പിള്ളയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന് പട്ടംതാണു പിള്ളയെ പറയാൻ കാരണം തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും അതുപോലെ കേരളത്തിലെയും മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പട്ടംതാണു പിള്ള. മൂന്ന് സ്ഥലത്തും മൂന്ന് കാലഘട്ടത്തിലും മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പട്ടംതാണു പിള്ള. അതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ പട്ടംതാണു പിള്ളയെ പറയുന്നത്. ഇനി നമ്മുടെ തിരുക്കൊച്ചി സംയോജനമൊക്കെ നടന്നു. എന്നിട്ട് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കോൺഗ്രസിലൊക്കെ പ്രശ്നങ്ങൾ വന്നു. അതിനെ തുടർന്നിട്ട് എന്ത് ചെയ്തു? മന്ത്രിസഭ താഴെ വീണു. മന്ത്രിസഭ താഴെ വീണ സ്വാഭാവികമായിട്ടും അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സമയം എന്ന് പറയുന്നത് 1956 മാർച്ച് 23 അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. തിരുക്കൊച്ചിയില് രാഷ്ട്രപതി ഭരണം വരുന്നു. രാഷ്ട്രപതി ഭരണം ഇ.എം.എസ് നമ്പൂതിരിപ്പാട് 1957 ഏപ്രിൽ 5 ഇ.എം.എസ് മന്ത്രിസഭ വരുന്നവരെ അവിടെ രാഷ്ട്രപതി ഭരണം നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യ രാഷ്ട്രപതി ഭരണം വരുന്നത് എന്നാണ്? ആദ്യ അടിയന്തരാവസ്ഥ എന്നാണ്? 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെ. അതായത് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ സമയത്ത് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ വരികയും അതേ തുടർന്നിട്ട് മന്ത്രിസഭയൊക്കെ താഴെ വീണു. അടിയന്തരാവസ്ഥ, മന്ത്രിസഭ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കും. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അങ്ങനെ ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 ഇ.എം.എസ് മന്ത്രിസഭ വരുന്നവരെ കേരളത്തില് അടിയന്തരാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെയാണെന്ന് ഓർക്കണം കേട്ടോ. ഇ.എം.എസ് മന്ത്രിസഭയുടെ വന്നതിന് ശേഷമുള്ള അടിയന്തരാവസ്ഥയാണ് ആദ്യത്തേന്ന് ഓർക്കരുത്. അതല്ല, അതിനു മുൻപ് കേരള രൂപീകരണ സമയത്തൊക്കെ അടിയന്തരാവസ്ഥയിലാണ്. ആ സമയത്തൊക്കെ അടിയന്തരാവസ്ഥയാണ് എന്ന് കൂടി ഓർക്കണം. ഇ.എം.എസ് വന്നതിന് ശേഷമുള്ളത് അല്ല ആദ്യത്തെ അടിയന്തരാവസ്ഥ എന്ന് ഓർക്കുക കേട്ടോ. ഇനി പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ, അതായത് 1956 ഭാഷാടിസ്ഥാന സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ
റിപ്പോർട്ട് പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് 1956-ലാണ്. ആദ്യം സംസ്ഥാന രൂപീകരണത്തിൽ തന്നെ നമ്മുടെ കേരളം മലയാളം സംസാരിക്കുന്നവർക്കുള്ള കേരള സംസ്ഥാനം രൂപീകരിച്ചു. 1956 നവംബർ 1-ന് കേരളം രൂപം കൊണ്ടു. 7ാം ഭരണഘടനാ ഭേദഗതി 1956. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 7ാം ഭരണഘടനാ ഭേദഗതി 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ നിയമപ്രകാരം എന്ത് ചെയ്തു? 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപീകരിച്ചു. ആ സമയത്ത് 5 ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം 4 ജില്ലകളായിരുന്നു തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഇതിന്റെ കൂടെ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജില്ല കൂടി ആഡ് ചെയ്തു. ഇങ്ങനെ 5 ജില്ലകളാണ് എന്ത് ചെയ്തത്? കേരള രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്നത്. അപ്പൊ കേരളം രൂപീകരിച്ചു 1956 നവംബർ 1-ന്. ആ സമയത്ത് 5 ജില്ലകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഇങ്ങനെ 5 ജില്ലകളായി. ഇനി ഓരോ ജില്ലകളും വന്ന ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്നാലേ ഞാൻ ഈ ഡേറ്റിലേക്ക് പോവുള്ളൂ. അപ്പൊ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. 1900 നമ്മുടെ കേരളം എന്ന് പറയുന്നത്, അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നൊരു ആശയം വന്നത് 1917 INC തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ 1920 INC സെഷൻ നാഗ്പൂരിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്നുള്ള പ്രമേയം പാസ്സാക്കുന്നത്. പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കെ മാധവൻ നായർ. അദ്ദേഹം ഒരു മലയാളിയാണ്, മലബാറുകാരനാണ്. അദ്ദേഹമാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതും. തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അങ്ങനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1921 ജനുവരി 30-ന് രൂപീകരിച്ചു. അതിന്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കെ മാധവൻ നായരാണ്. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? 1920 INC നാഗ്പൂർ സെഷനില് അധ്യക്ഷൻ എന്ന് പറയുന്നത് C വിജയരാഘവാചാര്യാണ്. പിന്നെന്താ പറഞ്ഞത്? അടുത്തത് എന്താ പറഞ്ഞത്? 1921 എന്ത് ചെയ്തു? ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷൻ T പ്രകാശമാണ്. അത് ഏപ്രിൽ 23-നാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഈ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന് 2021 100 വർഷം തികഞ്ഞു. അപ്പൊ നമ്മൾ 2024-ലാണ്. അപ്പൊ എത്ര വർഷമായി? 103 വർഷമായി ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞിട്ട്. ഓക്കെ അല്ലേ? പിന്നെ അയിത്തോച്ചാടന പ്രമേയത്തെ കുറിച്ച് പറഞ്ഞു. അത് പാസ്സാക്കിയിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത് INC കാക്കിനാട് 1923-ആണ്. അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ. അതുപോലെ കേരളത്തിലെ അയിത്തോച്ചാടനത്തിന്റെ പിതാവ് എന്നൊക്കെ പറയുന്നത് TK മാധവനാണ്. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. സാമൂഹിക നവോത്ഥാന പ്രവർത്തകരെയായിരിക്കും നമ്മൾ വിചാരിക്കുക. അയിത്തോച്ചാടനത്തെ അയ്യങ്കാളിനൊക്കെ ഓപ്ഷനിൽ വന്നാൽ മാറിപ്പോവരുത്. അതുപോലെ K മാധവൻ നായരും TK മാധവനും മാറാൻ പാടില്ല. പിന്നെ ഇത് പറഞ്ഞത് 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ്. എന്താണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും സ്വാതന്ത്ര്യ സമര ഭടന്മാര് ഒത്തുചേർന്നിട്ട് ഒരു ഐക്യ കേരള പ്രമേയം ആദ്യമായിട്ട് പാസാക്കിയ സമ്മേളനമാണ് 1928 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് പറയുന്നത് മെയ് മാസം 1928 പയ്യന്നൂരിൽ വെച്ചിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന് ഭാരതം സ്വതന്ത്രമായതിനു ശേഷം, ഭാരതം സ്വതന്ത്രമായാല് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാനം രൂപീകരിക്കണം എന്നൊരു ആശയം INC നേതാക്കളോട് ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു സമ്മേളനമാണ് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1947 ഒന്നാം ഐക്യ കേരള സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? തൃശ്ശൂർ വെച്ചിട്ട്. അധ്യക്ഷൻ ആരായിരുന്നു? KK കേളപ്പൻ. അടുത്ത നമ്മള് അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് എന്താ പറഞ്ഞത്? ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത് ആരെയാണ്? കൊച്ചി രാജാവായിട്ടുള്ള കേരളവർമ്മ. പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണം പറഞ്ഞു 1938. അതിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു പട്ടം താണുപിള്ള. ഇന്ത്യ സ്വതന്ത്രമായപ്പോ തിരുവിതാംകൂറിന്റെ ആദ്യ പ്രധാനമന്ത്രിയും പട്ടം താണുപിള്ളയായിരുന്നു. അവസാന പ്രധാനമന്ത്രി ആരാണ്? പറവൂർ TK നാരായണപിള്ള.
ഇനി പിന്നെ പറഞ്ഞത് 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ചാണ്. അതിന് രൂപീകരണത്തിന് കാരണമായത് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യ സെക്രട്ടറിയും ആദ്യ പ്രസിഡന്റ് എസ്. നീലകണ്ഠ അയ്യരാണ്. അവരുടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പത്രം എന്ന് പറയുന്നത് ദീനബന്ധു. ഇനി കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരായിരുന്നു? അമ്പാടി ശിവരാമ മേനോൻ. ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഈ സംഘടന പിരിച്ചുവിടുകയാണ് ചെയ്തത്. 1949 തിരുക്കൊച്ചി സംയോജനം നടന്നു. ആ സമയത്ത് 4 ജില്ലകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ. തിരുവിതാംകൂറില് ശ്രീ ചിത്തിര തിരുനാളും അതുപോലെ കൊച്ചിയിലെ രാജാവ് എന്ന് പറഞ്ഞ പരീക്ഷിത്ത് രാജാവുമായിരുന്നു. ഇനി തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പറവൂർ ടി.കെ. നാരായണ പിള്ളയാണ്. പിന്നീട് സി കേശവൻ, എ ജെ ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദ മേനോനൊക്കെ വന്നു മുഖ്യമന്ത്രി പദത്തില്. അതിനുശേഷം കോൺഗ്രസിൽ പ്രശ്നങ്ങളൊക്കെ വന്നു. അടിയന്തരാവസ്ഥ 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെ തുടർന്നു. രാഷ്ട്രപതി ഭരണം വന്നു. ശേഷം EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നവരെ രാഷ്ട്രപതി ഭരണമായിരുന്നു. പിന്നീട് പട്ടം താണുപിള്ളയുടെ പ്രത്യേകത പറഞ്ഞു. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഭീഷ്മാചാര്യർ എന്ന് പറഞ്ഞു. കാരണം പട്ടം താണുപിള്ള എന്ന് പറഞ്ഞാൽ തിരുക്കൊച്ചിയിലെ അതുപോലെ തിരുവിതാംകൂറിലെയും EMSന് ശേഷം മുഖ്യമന്ത്രി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി ആയിട്ടുള്ള കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയാണ് ഈ പട്ടം താണുപിള്ള. ഈ ഒരു വിശേഷണങ്ങൾക്കൊക്കെ അദ്ദേഹം അർഹനാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന് പട്ടം താണുപിള്ളയെ പറയുന്നത് എന്ന് പറഞ്ഞു. 3 കാലഘട്ടത്തിലും പട്ടം താണുപിള്ള വന്നിട്ടുണ്ട്. പിന്നെ ഭാഷാടിസ്ഥാനത്തില് 7ാം ഭേദഗതി പ്രകാരം 1956 നവംബർ 1 കേരളം രൂപീകരിച്ചു. 5 ജില്ലകളായിരുന്നു. കൊച്ചിയിലെ 4 ജില്ലകളും കൂടെ മലബാറും കൂടെ വന്നു. ശേഷം നമ്മൾ ഓരോ ജില്ലകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയാണ്. 1957 ജനുവരി 1 ഈ മലബാർ എന്ത് ചെയ്തു? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകളായിട്ട് വിഭജിച്ചു. അപ്പൊ മൊത്തം 1957 ജനുവരി 1 7 ജില്ലകളായി. 1957 ഏപ്രിൽ 5 EMS അധികാരത്തിൽ വന്നു. ആ സമയത്ത് 7 ജില്ലകളായിരുന്നു. ശേഷം 1957 ഏപ്രിൽ 5 EMS മന്ത്രിസഭ വരാണ്. 1957 ഓഗസ്റ്റ് 17 8ാമത്തെ ജില്ലയായിട്ട് ആലപ്പുഴ രൂപീകരിച്ചു. 9ാമത്തെ ജില്ലയായ എറണാകുളം 1958 ഏപ്രിൽ 1 രൂപീകരിച്ചത്. 9ാമത്തെ ജില്ല ഏതാണ്? എറണാകുളം. ഇനി മലപ്പുറം ചോദിച്ചിട്ടുണ്ട്. മലപ്പുറത്തിന്റെ രൂപീകരണത്തിന്റെ ഡേറ്റ് 10ാമത്തെ ജില്ല കേൾട്ടൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ 10ാമത്തെ ജില്ല മലപ്പുറം 1969 ജൂൺ 16 രൂപീകരിച്ചു. 11ാമത്തെ ജില്ല ഏതാണ്? ഇടുക്കി 1972 ജനുവരി 26. അതായത് റിപ്പബ്ലിക് ദിനം അല്ലേ ജനുവരി 26. റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജില്ലയാണ് ഇടുക്കി. 1972 ജനുവരി 26. 1980 നവംബർ 1 വയനാട് രൂപീകരിച്ചത് 12ാമത്തെ ജില്ലയായി. ഇനി കേരളപ്പിറവി ദിനത്തിലാണ്. 1982 കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1 പത്തനംതിട്ട രൂപീകരിച്ചു. അവസാനമായിട്ട് 1984 മെയ് 24 കാസർഗോഡ് രൂപീകരിച്ചത്. അപ്പൊ ഇത്രയും ജില്ലകളുടെ രൂപീകരണം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ജില്ലകളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. സമയം കൂടുതലായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ജില്ലകൾ വന്ന വർഷവും ഒക്കെ. അതില് മലപ്പുറം ചോദിച്ചിട്ടുണ്ട്, ഇടുക്കി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യന്. പിന്നെ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ വന്നിട്ടുള്ളതാണ് വയനാടും അതുപോലെ പത്തനംതിട്ടയും. വർഷം വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്കുക. അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.